കേരളത്തിലെ ഇറച്ചിക്കോഴികളിൽ മരുന്ന് പോലും ഫലിക്കാത്ത സൂക്ഷ്മജീവികൾ. ഐസിഎംആറിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. കേരളത്തിലും തെലങ്കാനയിലും വിൽക്കുന്ന ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെപ്പോലും അതിജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്തി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ആന്റിബയോട്ടിക് പ്രതിരോധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ബാക്ടീരിയകളുടെ ജീൻ പ്രൊഫൈലാണ് ഇവയിൽ കണ്ടെത്തിയത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കോഴി വളർത്തൽ ആരംഭിച്ചതോടെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിച്ചതാണ് വില്ലനായത്. ഐസിഎംആറിന് കീഴിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ ഡ്രഗ് സേഫ്റ്റി ഡിവിഷൻ നടത്തിയ പഠനത്തിലാണ് ഇത് വെളിപ്പെട്ടത്. തെക്കേ ഇന്ത്യയിലെ ഇറച്ചിക്കോഴികളിൽ അതിമാരക ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതായി നേരത്തെയും ആരോപണമുണ്ടെങ്കിലും ഇപ്പോഴാണ് ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കുന്നത്. പഠനത്തിൻ്റെ ആവശ്യത്തിന് മധ്യ തെക്കേ ഇന്ത്യയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗ്രാം നെഗറ്റീവ് അനോർബിക് സ്പീഷീസുകളുടെ സാന്നിധ്യം കണ്ടെത്തി. ഏറ്റവും അപകടകാരികളാണ് ഗ്രാം നെഗറ്റീവ് വിഭാഗത്തിലുള്ളത്. മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള ബാഹ്യചർമ്മമുള്ളവയാണിവ. ഇവയ്ക്ക് ആന്റിബയോട്ടിക് പ്രതിരോധം കൂടി ആർജിക്കാനായാൽ സ്ഥിതി ഗുരുതരമാകും. ന്യൂമോണിയ, കോളറ, ഭക്ഷ്യവിഷബാധ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ചികിത്സയ്ക്ക് ഇത് കനത്ത വെല്ലുവിളിയാണ്. ആന്റിബയോട്ടിക് പ്രതിരോധം എന്ന് അറിയപ്പെടുന്ന ഈ അവസ്ഥയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് തീവ്രയജ്ഞം നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇനി എന്താണ് ആന്റിബയോട്ടിക് പ്രതിരോധം എന്ന് നോക്കാം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പരാദങ്ങൾ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ജീവകോശങ്ങളെ ആക്രമിക്കുമ്പോഴാണ് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും രോഗമുണ്ടാകുന്നത്. ഇവയെ ചെറുക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ആന്റിബയോട്ടിക് എന്നറിയപ്പെടുന്ന ആന്റിമൈക്രോബിയൽ മരുന്നുകൾ. കാലക്രമത്തിൽ ഈ മരുന്നുകളെ ചെറുക്കാനുള്ള കഴിവ് രോഗാണുക്കൾ ആർജിക്കുന്ന അവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്.